കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തിനാ അവളുടെ കൂടെ എന്നെയും ചേർത്ത് മോശമായിട്ട് സംസാരിക്കുന്നേ? മോളെ വൈദേഹി, വൈദേഹിയോ? എന്നെ എന്തിനാച്ചും വൈദേഹി എന്ന് വിളിക്കുന്നേ? എനിക്കെല്ലാം അറിയാം മോളെ. ജാനകിയുടെ രൂപത്തിലാണെങ്കിലും നീ എന്റെ വൈദേഹി തന്നെയാണ്. കൗസല്യേ, 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 കൗസല്യേ. എന്താ ദാസേട്ടാ? നീ ഇത് ഏത് ലോകത്താ? എന്തെങ്ങനെ ആലോചിക്കുന്നേ? മോനെ കുറിച്ചല്ലാണ്ട് മറ്റാരെ കുറിച്ച് ആലോചിക്കാനാ? പോലീസുകാർ എൻക്വയറി നടത്തുന്നുണ്ടല്ലോ കൗസല്യേ. അവനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് അവര് കണ്ടുപിടിച്ചോളും. അവനെ ആക്രമിച്ചത് ആരാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനാകുമായിരിക്കും. ഇപ്പൊ ഞാൻ പേടിക്കുന്നത് അവന്റെ ചിന്തകളെ കുറിച്ച് ദാസേട്ടാ. വൈദേഹി മരിച്ചു പോയിന്ന് പോലീസുകാരെ കണ്ടെത്തി കഴിഞ്ഞിട്ട് അവനത് വിശ്വസിക്കുന്നില്ല. എന്താ അവനത് വിശ്വസിക്കാൻ പറ്റാത്തത്? മരിച്ച ആളുടെ ഫോട്ടോയ്ക്ക് മാലയിട്ടപ്പോ അതും വലിച്ചു പറിച്ചു കളഞ്ഞു. അവനങ്ങനെ ചെയ്തോട്ടെ, അതിലെന്താ തെറ്റ്? വൈദേഹി ജീവനോടെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ അവന് സന്തോഷം കിട്ടുമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. ആർക്കറിയാം, ശരിക്കും വൈദേഹി ജീവനോടെ ഉണ്ടെങ്കിലോ? നോക്ക്, ദാസേട്ടനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് അവൻ സന്തോഷിക്കല്ലോ, ഒരു ഭ്രാന്തനായി മാറിയിരിക്കുക. ഇന്നലെ രാത്രി വൈദേഹി വന്നു പറഞ്ഞവൻ റോഡിലേക്ക് ഇറങ്ങി പോയിരിക്കായിരുന്നു. ഇനി ഇങ്ങനെ ചെയ്ത അവന് പല ഭ്രാന്താശുപത്രിയിലാക്കേണ്ടി വരും ദാസേട്ട. ദേവന് സത്യം ബോധ്യമാവണം. വൈദേഹി ഇല്ലെന്നുള്ള സത്യം മനസ്സിലാക്കി ജീവിക്കണം. അവനിലേക്ക് പതുക്കെ പതുക്കെ അത് നമ്മൾ വേണം ഇഞ്ചക്ട് ചെയ്യാൻ. എന്ത് തന്നെ ചെയ്താലും അത് ദേവന് ശല്യമാകുന്ന രീതിയിലാവരുത്. നോക്കിയും കണ്ടും വേണം പറയാൻ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. അതെനിക്ക് വിട്ടേക്ക്. സ്വന്തം മോള് കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും ഈ അച്ഛൻ അത് തിരിച്ചറിഞ്ഞില്ല. നിന്റെ രൂപം മാറിയെന്നറിഞ്ഞിട്ടും വാ നിറയെ അച്ഛാന്ന് നീ എന്നെ വിളിച്ചിട്ടും സ്വന്തം മോളെ പോലെ സമാധാനിപ്പിച്ചിട്ടും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. ഞാൻ നിന്നെ കാണാൻ പാടില്ലെന്ന് നീ കരുതി. അപ്പോ കൺമുന്നിലുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എവിടേക്കോ നിന്നെ തിരഞ്ഞലഞ്ഞു. പക്ഷെ നീ ഇവിടെ എന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ മോളെ. ഈ അച്ഛനത് മനസ്സിലായില്ല. ഡേവിഡിനെ അച്ഛനെ ഉപേക്ഷിച്ച് എനിക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റൂ? നിങ്ങളിൽ നിന്നകന്ന്
എനിക്ക് എന്ത് ജീവിതം? എന്തിനാ മോളെ ഇനി ഈ തിരശീല? നീയാണ് വൈദേഹി എന്ന് എല്ലാവരോടും തുറന്നു പറഞ്ഞൂടെ? നിനക്കെന്തോ പറ്റിയെന്നോർത്ത് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ദേവന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? നിനക്ക് വേണ്ടി ഓരോ നിമിഷവും പെടഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും ഒഴിവാക്കി കൊടുത്തൂടെ? അവൻ കിടന്ന് പൊളയുന്നത് നീ കാണുന്നില്ലേ മോളെ? പിന്നെ എന്തിനു വേണ്ടി അണിമാറ? ഇപ്പൊ സത്യം പറഞ്ഞ ദേവേട്ടന് സന്തോഷവും. പക്ഷെ ആ സന്തോഷം എന്നേക്കും നിലയ്ക്കാതിരിക്കണമെങ്കിൽ കുറച്ചു കാലം കൂടി ഈ സങ്കടം സഹിച്ചേ പറ്റൂ. ചില സത്യങ്ങൾ തിരിച്ചറിയുമ്പോ അച്ഛനത് വിഷമായേക്കാം. എന്നാലും ഞാൻ എന്തിനിങ്ങനൊരു തീരുമാനം എടുത്തോന്ന് അച്ഛൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അച്ഛനോട് തുറന്നു പറയാം. മോളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടി. അവള് വലിയ വീട്ടിലെ മരുമോളായി സന്തോഷായിട്ട് ജീവിക്കാന്നല്ലേ അച്ഛൻ വിചാരിച്ചത്? അങ്ങനെയൊന്നും അല്ല അച്ഛൻ. ഈ വീട്ടിലെ മരുമോളായിട്ട് ഒരു ദിവസം പോലും എനിക്ക് സന്തോഷായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ മോളെ അങ്ങനെ? ഒരു പെൺകുട്ടിക്ക് കേറി ചെല്ലുന്ന വീട്ടിലെ സമാധാനത്തോടെ കഴിയണമെങ്കിൽ ഭർത്താവിന്റെ സ്നേഹവും കരുതലും മാത്രം പോരാ അച്ഛ. അവിടുത്തെ അമ്മയുടെ അംഗീകാരം കൂടി വേണം. എനിക്കത് കിട്ടിയില്ലായിരുന്നു അച്ഛ. എന്ന് കരുതി അമ്മ ചീത്തയാണെന്നൊന്നുമല്ല. ആചാരങ്ങളും ചിട്ടകളും ഒക്കെ കൂടിപ്പോയതിന്റെ കുഴപ്പം. ഒരനാഥയ്ക്ക് അവരുടെ വീട്ടിലെ മരുമകളാവാൻ യോഗ്യതയില്ല. ആ അനാഥയുടെ വയറ്റിൽ ജനിക്കുന്ന മക്കള് അവിടുത്തെ അനന്തരാവകാശിയാവില്ലത്ര. ഈ വീട്ടിലൊരു അനന്തരാവകാശിയെ വേണം. പക്ഷെ അതൊരിക്കലും നിന്റെ വയറ്റിനാവാൻ പാടില്ല. എന്താ അമ്മ ഇത്? എന്തിനമ്മയുടെ മനസ്സിൽ എന്നോട് ഇത്ര വെറുപ്പും വിദ്വേഷവും? കാരണം നീ ഒരു അനാഥയായതുകൊണ്ട്. അതുകൊണ്ടാണ് മാളവികയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. നീ എങ്ങനെ അനാഥയാവനാ മോളെ? നീ എന്റെ മോളല്ലേ, എന്റെ സ്വന്തം മോള്. എന്നാൽ അച്ഛന്റെ ചോരയിൽ ജനിക്കാൻ ഭാഗ്യം ഉണ്ടായില്ലല്ലോ അച്ഛ. എനിക്ക് ജന്മം തന്നവരെന്നെ ഉപേക്ഷിച്ചു പോയത് എന്റെ തെറ്റുകൊണ്ടാണോ? ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്നും എന്റെ ജനനാണല്ലോ അച്ഛ ശാപം പോലെ എന്നെ വേട്ടയാടുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛ? എനിക്കൊരു പരിഹാരം പറഞ്ഞതാ. ഇപ്പൊ ഞാനിവിടുത്തെ വൈദികയാണെന്ന് പറഞ്ഞാലും അമ്മ എന്നെ ഇവിടുത്തെ മരുമകളായി സ്വീകരിക്കില്ല. എന്റെ മക്കളെ ഇവിടുത്തെ സന്തതികളായിട്ടും കാണില്ല. അങ്ങനെ വരുമ്പോ ദേവേട്ടന് എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുക? അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മ ആരാണെന്ന് കണ്ടെത്തണം. ഞാനൊരു അനാഥയല്ലെന്ന് ദേവേട്ടന്റെ അമ്മയുടെ മുന്നിൽ തെളിയിക്കണം. എന്നിട്ട് ഞാൻ വൈദികയാണെന്നുള്ള സത്യം പറയൂ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് മോളെ. കൈക്കുഞ്ഞായിരുന്നപ്പോഴേ നിന്നെ അമ്പലത്തിൽ ഉപേക്ഷിച്ചു പോയതാ. അവരെ നമ്മൾ എവിടെ ചെന്ന് കണ്ടെത്തും മോളെ? ഇപ്പൊ ഉണ്ടോന്ന് പോലും അറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ അച്ഛ. എന്റെ ജന്മരഹസ്യം എന്തുകൊണ്ടാണ് എന്നെ നിരന്തരമായി കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയണം. അതുമായിട്ട് മാളവികയ്ക്ക് ബന്ധമുണ്ടെന്നുള്ളത് ഈ അടുത്താ ഞാൻ അറിയുന്നത്. പതുക്കെ മാളവികയിൽ നിന്ന് അത് മനസ്സിലാക്കി എടുക്കണം.
മാളവികയ്ക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നോ? അന്ന് വൈദേഹിയായിരുന്നപ്പോഴും എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവളാ. ഇന്ന് ജാനകിയായി ജീവിക്കുമ്പോഴും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് മാളവികയാ. ഇതിന്റെ പുറകിൽ അവളാണോ മോളെ? എന്നാലത് വീട്ടുകാരോട് തുറന്നു പറഞ്ഞൂടെ? നിനക്ക് പേടിയാണോ മോളെ? എന്നാ ഞാൻ പറയാം, അതോടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമല്ലോ. അതൊന്നും വേണ്ട അച്ഛാ, അതൊരു പരിഹാരമല്ല. എന്റെ അച്ഛനും അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ ഇവിടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവില്ല. അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് മാളവിക എന്ന് പറയുന്ന ഈ പെണ്ണ്. അതുകൊണ്ടാണ് അച്ഛാ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവളാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആരോടും ഒന്നും പറയാതിരിക്കുന്നത്. സത്യം പുറത്തു വരുന്നത് വരെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അതിനുശേഷം മാളവികയുടെ അന്ത്യം ഞാൻ തന്നെ കുറിച്ചോളാം. നീ സൂക്ഷിക്കണം മോളെ. ഇതുവരെ 2 വട്ടം നിന്റെ ജീവനെടുക്കാൻ അവളെ നോക്കിയത്. ഇനിയിപ്പോ കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മൾ ആരുമല്ല അച്ഛാ, മാളവികയാണ്. അവളുടെ കാര്യത്തിൽ രണ്ടിലൊന്നും ഞാൻ നോക്കിക്കോളാം. അച്ഛൻ ദയവ് ചെയ്ത് ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. പാവം വൈദേഹിയെ മാളവിക എന്തൊക്കെ പാടുപെടുത്തുന്നുണ്ടോ ആവോ. എങ്ങനെങ്കിലും പുറത്തു ചാടി വൈദേഹിയെ രക്ഷിക്കണം. എന്താ ചെയ്യുക? ഒരു വഴിയും തെളിയുന്നില്ലല്ലോ. മറ്റു പലരെ സഹായിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ പല വഴികളും തെളിഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ രക്ഷപ്പെടാൻ നോക്കുമ്പോ ഒരു തുരുമ്പ് പോലും കൈ തടയുന്നില്ല. നിന്റെ കാല് ഞാൻ പിടിക്കാം, എന്നെ ഇങ്ങനെ കൊല്ലല്ലേ. ഇപ്പൊ ഇത്ര കാശ് തരാൻ പറഞ്ഞ ഞാൻ എവിടെ പോവാനാണ്? അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നടത്തി വല്ലവനും തീറ്റിക്കണത് എന്തിനാണ്? വല്ല അഗതി മന്ദിരത്തിലും ജീവിക്കണവർക്കുണ്ടല്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഏയ് പറഞ്ഞാ മനസ്സിലാവില്ലേ നിനക്ക്? എനിക്ക് ഇത്രയും പറയാനുള്ളൂ, ഇനി എന്നോടൊന്നും പറയണ്ട. എന്ത് തേങ്ങണത്? അനിയ 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 എന്താണ്? എന്താ നിന്റെ പ്രശ്നം? എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. ഫോണിൽ ആരോടെ ബഹളം വെച്ചത്? അത് പ്രശ്നമില്ലാഞ്ഞിട്ടായിരിക്കില്ലല്ലോ. കാര്യം എന്താണെന്ന് എന്നോട് പറ. ഏയ് നിന്നോട് എന്തിനാണ് പറയേണ്ടത്? ഈ ഒരു സ്വഭാവം കാരണമല്ലേ പുറത്തിറങ്ങി പണിയെടുക്കാൻ പറ്റാണ്ട് ദേ ഇങ്ങനെ അകത്ത് തന്നെ കിടക്കേണ്ടി വന്നത്. എന്നിട്ട് നിനക്ക് മതിയായില്ല? ആദ്യം നീ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. മറ്റു വല്ലവന്റെ കാര്യത്തിൽ നിനക്ക് എന്താണ് ഇത്ര താല്പര്യം? അങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ കേൾക്കാത്ത പോലെ എവിടെയെങ്കിലും മാറി എന്ന് സംസാരിച്ച പോരെ? എന്തിനാ ഇങ്ങനെ കേട്ടും കേൾക്കാത്ത പോലെ എന്റെ മുമ്പിൽ വന്നു നിന്ന് ഒന്നും പിടികിട്ടാത്ത പോലെ സംസാരിക്കുന്ന? എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ കേട്ടില്ലെങ്കിൽ എന്തൊരു ടെൻഷനാന്ന് നിനക്കറിയോ? കാര്യം എന്താന്ന് പറഞ്ഞാൽ നിനക്കിപ്പോ എന്താ? എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ സഹായിക്കില്ലേ? ഏയ് അകത്ത് കിടക്കണം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? എന്റെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയോ? എന്റെ അനിയത്തിയുടെ കല്യാണം നടത്തണമെന്ന്, ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് എന്റെ ഭാര്യ പറയാ. ഒരു സ്റ്റേജ് ഡെക്കറേഷന് മാത്രം 3 ലക്ഷമാണ് ചോദിക്കണത്. പിന്നെ കാറ്ററിങ്ങിന് ഒരു 3 ലക്ഷമാവും. അത് മാത്രമല്ല ബന്ധുക്കളെല്ലാം അടച്ചു വിളിക്കണമെന്ന്. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവള് സമ്മതിച്ചേരണ്ടേ? ഇതിനൊക്കെ അത്രയൊന്നും ചെലവാവില്ലല്ലോ. ഈ പൂക്കളുടെ ഡെക്കറേഷനൊക്കെ വേണ്ടെന്ന് വെക്കണം. ഒരു നല്ല പന്തലിട്ടാ മാത്രം മതി. 10,000-നകത്ത് കാര്യം ഒതുക്കാം. അതുപോലെ കാറ്ററിംഗ് വേണ്ട. അടുപ്പമുള്ള ബന്ധുക്കളിൽ നിന്ന് ഒരു 10 പേരെ സെലക്ട് ചെയ്യണം. അവരെ സോപ്പിട്ട് പാചകോപ്പിക്കണം. നല്ല രുചിയുള്ള ഭക്ഷണവും ഉണ്ടാക്കാം. നിന്റെ ഭാര്യയുടെ ആഗ്രഹവും നിറവേറും. കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. ഗ്രാൻഡ് ആയിട്ട് കാര്യവും നടക്കും. നിന്റെ ഐഡിയ കൊള്ളാലോ. ഇങ്ങനെ അങ്ങ് ചെയ്താലോ? അല്ല, ഇത്രയും ബുദ്ധിയുള്ള ചേച്ചി എന്തിനാ സ്വന്തം കാര്യം നോക്കി പോവാതെ ഇവിടെ വന്ന് ഇവരുടെ കയ്യിൽ ഇങ്ങനെ പെട്ടുകിടക്കണേ? എന്ത് ചെയ്യാനോ അനിയ? എന്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം പറ്റിപ്പോയതല്ലേ. എന്നാൽ എന്താ, ഇപ്പൊ എന്നെ കണ്ടോണ്ടല്ലേ നിന്റെ കാര്യം പരിഹരിച്ചത്? എന്ത്? എന്റെ കഥ പോലെ ചെറിയ കഥയല്ല മാഡത്തിൻ്റെത്. ചേച്ചി കേട്ടത് അത്ര ചെറിയ കഥയൊന്നുമല്ല.
ഇത്രയും വലിയ പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അറിഞ്ഞതൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. മോനെന്നെ ഒന്ന് സഹായിച്ചൂടെ? അതിന് പകരമായിട്ട് നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ ഇവന്റ് ഞാൻ ഏറ്റെടുത്തോളാം. ആ അപ്പൊ എന്റെ അനിയത്തിയുടെ കല്യാണമല്ല, എന്റെ 16 അടിയന്തരം ചേച്ചിക്ക് നടത്താം. ചേച്ചി എന്നെ സഹായിച്ചതൊക്കെ ശരിയാ, പക്ഷെ ഞാനായിട്ട് ചേച്ചിനെ തുറന്നു വിടില്ല. ചേച്ചി എവിടെയെങ്കിലും നിക്കാൻ നോക്കും. അയ്യോ മോനെ അനിയ, മോനെ പോലെ ഇവനെ പറഞ്ഞു പാട്ടിലാക്കിയാലേ കാര്യം നടക്കൂ. ഇത് മാത്രമേ ഇനി ഒരു വഴിയുള്ളൂ. ജാനകി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ര ചെറിയ കാര്യമല്ല. അവൾക്കെങ്ങാൻ ഭ്രാന്ത് കയറി എല്ലാരോടും എല്ലാം പറഞ്ഞോ? അപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് അമ്മ എന്തെടുക്കുക? ഇവിടെ ഞാൻ തീ തിന്നോ? അമ്മ ഇതാരോടാ ഈ സംസാരിക്കുന്നത്? എന്താടി ആരെയോ വിളിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ടല്ലോ. നിന്റെ മുഖത്തെന്താ ഒരു വെപ്രാളം? എന്താ കാര്യം പറ. നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? കൈന്ന് വിട്. വിടാൻ വിടാനാ പറഞ്ഞത്. വിടുന്നുണ്ടോ നീയോ? കുറച്ചു മുമ്പ് കൈ നൂരിപ്പോയതല്ലേ, ഇപ്പൊ വീണ്ടും കിട്ടി. ആരടി നീ ഫോൺ ചെയ്തേ? നിന്നോട് എന്തിനാ അതൊക്കെ പറയുന്നേ? വിടറി. എനിക്കത് അറിയണമെന്നാണെങ്കിലോ വീണ്ടും എന്നെ കൊല്ലാനായിട്ട് വല്ല പ്ലാനും ഉണ്ടാക്കുമായിരിക്കും. ആരെ ഫോൺ ചെയ്തെന്ന് കാണിച്ച് എന്റെ ഫോൺ തരാനല്ലേ പറഞ്ഞേ? ആ ഫോൺ ഇങ്ങ് തരാൻ. ഈ ലോക്ക് ഓപ്പൺ ചെയ്യ്. ആരോടെ സംസാരിച്ചെന്ന് അറിയണമല്ലോ. എന്ത് ഗൂഢാലോചന നടത്തുന്നെന്ന് ഇന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ലോക്ക് ഓപ്പൺ ചെയ്യ്. ഫോൺ ഇങ്ങ് താ. ഫോൺ താ. തരാൻ. സത്യത്തിൽ നീ എവിടുന്ന് വരുന്നു? നിന്റെ പുറകിൽ ആരൊക്കെയുണ്ട്? എങ്ങനെയോ വൈദേഹിയെ കൊന്നു കളഞ്ഞു. ഇപ്പത് എന്നെയും കൊല്ലാൻ നോക്കുന്നു. ഇനി എന്തൊക്കെയാടി കള്ളി നിന്റെ പ്ലാൻ? നീ ആരോടാണ് സംസാരിച്ചെന്ന് അറിയാൻ കഴിഞ്ഞാ നിന്റെ പുറകിൽ ആരാണെന്നും അറിയാൻ പറ്റും. ആരോടാ നീ സംസാരിച്ചേ? ആരടി മോ? ഫോൺ എടുക്കരുത്. തായിടും എന്ന് വെച്ചാ നിന്റെ അമ്മയല്ലേ? അപ്പോ അമ്മി മോളും കൂട്ടുകളികളാണ് ഒന്നിച്ചാണ്ടി നാടകം കളിക്കുന്നത്. എല്ലാം കാണിച്ചു തരാം. നിന്നെ മാത്രമല്ല നിന്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ വേണ്ട. എന്റെ ഫോൺ എന്ത് നാടകമാടി നിങ്ങൾ കളിക്കുന്നത്? അമ്മയുടെയും മോളുടെയും കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട. ഹലോ ബേബി, പറയ് ബേബി. ഹലോ ബേബി. ഫോൺ എന്തിനടി? എന്ന് വെച്ചാ നിന്റെ അമ്മ തന്നെയാണ്. നിന്റെ അമ്മയോട് തന്നെയല്ലേ നീ സംസാരിച്ചേ? ഇതൊക്കെ നിന്റെ പ്ലാനാണോ അതോ നിന്റെ അമ്മയുടെ പ്ലാനോ? സത്യം പറഞ്ഞോളൂ. ആ പാവം വൈദേഹി നിങ്ങൾ എന്തിനാ കൊല്ലാൻ തീരുമാനിച്ചത്? വൈദേഹിയുടെ ജനനത്തിനും നിങ്ങൾ അവളെ കൊന്നു കളഞ്ഞതിനും തമ്മിൽ എന്ത് ബന്ധം ഉള്ളത്? വൈദേഹിയുടെ അച്ഛനും അമ്മയും ആരാണ്? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നേ? അതെങ്ങനെയടി ഒന്നും അറിയാതെ പോകുന്നേ? വൈദേഹിയെ കൊല്ലിച്ചത് നീയാണെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്ത്? വൈദേഹിയെ മാളവിക കൊല്ലിച്ചെന്നോ?
ചേച്ചി 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 കണ്ടില്ലേ ചേച്ചി, എന്നെ ഇവിടെ ടോർച്ചർ ചെയ്യാ. ജാനകിനെ ഞാനാ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. അത് മാത്രല്ല ചേച്ചി, വൈദേഹിയെ ഞാനാ കൊന്നേന്ന് പറയുന്നു. എന്നെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം നീ അന്നെന്താ തുറന്നു പറയാതിരുന്നു? അങ്ങനെ പറയില്ലല്ലോ, കാരണം അതൊന്നും സത്യമല്ലല്ലോ. ഈ കള്ളത്തരമൊക്കെ എന്റെ തലയിലിട്ടിട്ട് എന്നെ പുറത്താക്കാനുള്ള പ്ലാൻ നോക്കവള്. ഞാൻ നിന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്തു കൂട്ടിയ പാപങ്ങൾ തന്നെ തന്നെ നിന്നിവിടുന്ന് പുകച്ചോളും. താങ്ക്സ് ചേച്ചി, സമയത്ത് വന്ന് എന്നെ രക്ഷിച്ചതിന്. നീ എന്തിനാ ജാനകിയെ കണ്ട് അത്രയേറെ പേടിക്കുന്നു? സത്യമായിട്ടും ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് നീ തന്നെയാണോ? എന്താ ചേച്ചി ഇത്? ചേച്ചിയും ജാനകിയെ പോലെ എന്നെ കുറ്റം പറയാ? ഞാൻ എത്ര പാവാന്ന് ചേച്ചിക്ക് അറിയില്ലേ? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നീയും ഞാനും ദേ വരുന്നു. ഈ വരുണും പാവ ആൾക്കാരാണെന്ന് നമ്മളോട് തന്നെ പറയണം. അല്ലേടാ വരുണേ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അല്ല ചേച്ചി, ഞാൻ എത്ര പാവാന്ന് ഈ വരുണേട്ടന് നന്നായിട്ട് അറിയാം. ഓം നമ ശിവായ. എന്നാ ഞാനും പോട്ടെ വരുണേ. ഊർമിള, മാളവിക, മാളവിക, ഊർമിളേ, ഓം നമ ശിവായ. അയ്യോ, രണ്ടാളും പോയല്ലോ. അയ്യോ ശിവ ശിവ, ഈ രണ്ടാളും കൂടി എന്റെ ചരിത്രം നഷ്ടപ്പെടുത്തൂലോ. എന്തൊക്കെ മോഹങ്ങളാണ്. പക്ഷെ ഈ സന്യാസം എന്നെ തടയുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഈശ്വര. ഞാനൊന്ന് ഈ സന്യാസം അവസാനിപ്പിക്കട്ടെ.